ഹായ് സുഹൃത്തുക്കളെ, മിഷൻ ഹൗസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ 2 ദിവസമായി ഞാൻ നിങ്ങളുടെ അറിവിലേക്കായി ബോബിൻ കേസിൻ്റെയും നീഡിലിൻ്റെയും അതുപോലെ തന്നെ പ്രഷർ ഫുട്ടിൻ്റെയും ഒക്കെ വീഡിയോ നിങ്ങൾക്ക് ഇട്ട് തന്നു. നിങ്ങൾക്കത് ഉപകാരപ്രദമായി എന്ന് ഞാൻ കരുതുന്നു. അതുപോലെ തന്നെ അതിന് തന്ന സപ്പോർട്ടും അതിന് തന്ന അതേ ഇത് തന്നെ നിങ്ങൾ ഇതിനും എനിക്ക് സപ്പോർട്ട് തരണമെന്ന് ഞാൻ വിനീതമായി അപേക്ഷിക്കുന്നു. അതുപോലെ തന്നെ ഇനി നേരെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇന്നത്തെ വിഷയം നമുക്കെല്ലാവർക്കും അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ തയ്ച്ചു കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഇതായി വീല് കറങ്ങാതെ ഇങ്ങനെ സ്റ്റെക്കപ്പായി പോകും. അപ്പോൾ നമ്മൾ പെട്ടെന്ന് കരുതും ഈ വീലിൻ്റെ ഉള്ളിലോ എന്തോ ഒരു പ്രോബ്ലമായി. എന്തുകൊണ്ടാണ് ഈ പ്രശ്നമെന്ന് നമുക്ക് മനസ്സിലാവില്ല. അപ്പോൾ വീല് നമ്മളിങ്ങനെ കറങ്ങാതായി പോയാൽ നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മളെന്ത് ചെയ്യണം, മിഷൻ ടേബിളിൽ നിന്ന് അഴിച്ചു വെച്ചതിന് ശേഷം പിന്നെ നമ്മളൊന്ന് മിഷൻ്റെ ഏകദേശം ഇതേ സൈഡിൽ ഇങ്ങനെ 2 ഇത് സ്റ്റാൻഡ് ഇങ്ങനെ കുത്തി ഇത് ശ്രദ്ധിക്കണം. ഒരു 7 കിലോ അടുത്തുണ്ട്, കാലിന് വീഴാതെ നോക്കുക. ടേബിളിൽ തന്നെ എല്ലാവരും വെക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ ഇത് വ്യക്തമായിട്ട് പറയുന്നത്. ഈ വീൽ കറങ്ങുന്നില്ല എന്ന് കണ്ട കാരണം നൂല് കുടുങ്ങിയിട്ടുണ്ട് എന്നാണ് ഇതിൻ്റെ അർത്ഥം. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇതുപോലെ മിഷൻ എടുത്ത് വെച്ചതിന് ശേഷം നമ്മുടെ ബോബിന് എടുക്കുന്നതിന് മുമ്പിൽ തന്നെ ഈ ബോബിൻ ഇങ്ങോട്ട് റിമൂവ് ചെയ്യുക. ബോബിൻ എടുത്ത് വെക്കണം. അങ്ങനെ ബോബിൻ്റെ ഉള്ളിൽ നൂല് അവിടെ കുടുങ്ങിയതായിട്ട് നമുക്ക് കാണാം. നൂല് വെറുതെ ഇങ്ങനെ വലിച്ചാലൊന്നും നമുക്ക് കിട്ടാൻ പോകുന്നില്ല, കാരണം അത് ഷട്ടിലിൻ്റെ ഉള്ളിലേക്കാണ് കിടക്കുന്നത്. ഷട്ടിലിൻ്റെ ഉള്ളിൽ, അതായത് ഇത് ഷട്ടിൽ റൈസ്, ഇത് ഷട്ടിലിൻ്റെ ഉള്ളിൽ. മനസ്സിലായില്ലേ? അത് ഞാൻ വ്യക്തമായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. പിന്നെ നമ്മൾ ഈ മൈനസുള്ള പരന്ന സൈസിലുള്ള പിന്നെ ഇതെടുക്കുക, പിന്നെ സ്ക്രൂ ഡ്രൈവർ. അതിന് ശേഷം ഈ 2 സ്ക്രൂ, ഇത് ഷട്ടിൽ റൈസ് എന്നാണ് ഇതിന് പറയുന്നത്. ഇതിൻ്റെ ഉള്ളിലാണ് പിന്നെ നേരെ ഷട്ടിലുള്ളത്. ഷട്ടിലിനാണ് നമ്മളെ നൂല് കുടുങ്ങുന്നത്. അപ്പോൾ ഈ 2 സ്ക്രൂ നമ്മൾ അഴിച്ചെടുക്കുക. ഇത് കഴിക്കുക. അതുപോലെ തന്നെ 2 സ്ക്രൂ നമ്മൾ ശ്രദ്ധിക്കണം, മെഷീൻ കാലിലേക്ക് വരാൻ സാധ്യതയുണ്ട്. അത് ശ്രദ്ധിച്ചിട്ട് ചെയ്യണം. 2 സ്ക്രൂ സ്ക്രൂ നമ്മൾ അഴിച്ചെടുക്കുക. അഴിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഒരു ഇച്ചിരി വീല് പിടിച്ചിട്ട് ഈ വീല് 2 ഷട്ടിലും ഈ സി എന്ന് എഴുതിയ പോലെ ഈ സാധനം ഒരേ റൈസിൽ വരുന്ന രീതിയിൽ, ഒരേ ലെവലിൽ വരുന്ന രീതിയിൽ നമ്മൾ ഇത് പിടിക്കണം. അതിന് ശേഷം ഈസി ആയിട്ട് ഇത് ഊരിയെടുക്കാൻ പറ്റും. ഊരിയെടുത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലാണ് നമ്മുടെ നൂല് കുടുങ്ങിയിട്ട് കാണാതെ, ഇതിൻ്റെ ഉള്ളിൽ നൂല് കുടുങ്ങിയിട്ട്. അന്നേരം നമ്മളിത് മൈനസ് എടുത്തിട്ട് തന്നെ ഈ സാധനം നമ്മളെ കയ്യിൽ തന്നെ വെച്ചിട്ട് ഊരിയാൽ മതി. ഇത് അഴിച്ചെടുക്കണം നമ്മൾ. ഇത് അഴിച്ചെടുത്തിട്ട് അതുപോലെ തന്നെ ശ്രദ്ധിക്കുക, ഈ സ്ക്രൂ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഇതിൻ്റെ സാധനം ശ്രദ്ധിക്കുക. ഇത് റിമൂവ് ചെയ്യാം ചേരാണ്ട്. അപ്പോൾ അതിന് ശേഷം ഈ ഷട്ടിൽ നമ്മൾ എടുക്കുക. കണ്ട ഈ നൂല് ഈ നൂല് കൊണ്ടാണ് നമ്മളെ വീല്, അത് ഇത്രയേ വേണ്ട, ചെറിയൊരു നൂലിൻ്റെ പീസ് അതെടുത്ത് മാറ്റുക. അതെടുത്ത് മാറ്റിയതിന് ശേഷം നമ്മൾ ഇതുപോലെ തന്നെ ഷട്ടിൽ ഇടണ്ട. അതിന് ശേഷം നമ്മളെ റിങ് ഊരിയത് നമ്മളായിട്ടൊന്ന് ഓർക്കണം. ഇതിൻ്റെ ഉള്ളിൽ എന്ന പൊടിയുണ്ട്, നമ്മൾ തട്ടിക്കളയണം. ഇതിൻ്റെ ഉള്ളിൽ ഈ പോകുന്ന ചാനലിൻ്റെ ഉള്ളിൽ ഒന്നും ഉണ്ടാകാൻ പാടില്ല. ചെറിയ പൊടി പോലെ വളരെ നൈസായിരിക്കും. നമ്മളെ ഒരു വീല് പോലെ നമുക്കിതിൽ കാണാം, ഒരു റോഡ് പോലെ കാണുന്നില്ലേ. ഇത് എപ്പോഴും ക്ലീൻ ആയിരിക്കണം. അത് തുണി കൊണ്ട് ക്ലീൻ ആക്കുക. അതിന് ശേഷം നമ്മൾ അതുപോലെ തന്നെ റിങ് എടുത്ത് വെക്കുക. ഹാഫ് ഉണ്ടാവുക റിങ് വെക്കുമ്പോൾ തിരിഞ്ഞു പോകരുത്, പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. ഇത് തിരിഞ്ഞു പോയാൽ ഇങ്ങനെ നമുക്ക് ഇടാൻ പറ്റും, പക്ഷേങ്കിൽ പിന്നെ നൂല് പൊട്ടലും ഷട്ടിൽ കറങ്ങാതെയൊക്കെ വരും. അപ്പോൾ നൂല് അതുപോലെ തന്നെ ശ്രദ്ധിച്ചിട്ട് ഈ 2 റിങ് ഇടുക. ആ റിങ് ഇട്ടതിന് ശേഷം ഈ റിങ്ങിനെ പിടിക്കുന്ന ഇതിൻ്റെ അപ്പോൾ ഇതിൻ്റെ കവറ്, മേലെയുള്ള കവറിട്ട് പിന്നെ അതുപോലെ തന്നെ സ്ക്രൂ ഹോള് നോക്കി ഇതൊന്ന് കൈ കൊണ്ട് പിടിക്കണം. നമ്മൾ ഹോള് നോക്കിയിട്ട് നമ്മൾ ഇതിനെ ടൈറ്റ് ചെയ്യാം. നല്ലപോലെ സ്ക്രൂ ഡ്രൈവർ കൊണ്ട് നമ്മളിത് ടൈറ്റ് ചെയ്യാം. നല്ലപോലെ ടൈറ്റ് ചെയ്താൽ, നല്ല ടൈറ്റ് എന്ന് വെച്ചാൽ ഭയങ്കര ടൈറ്റല്ല, ഏകദേശം ഒരു മുറുങ്ങാനുള്ള ഒരു ടൈറ്റ് പോലെ ടൈറ്റ് ചെയ്യുക. ഈ സാധനം ഇങ്ങനെ, അത് ഷട്ടിൽ റൈസ് എന്നാണ് ഇതിന് പറയുന്നത്. അതിൻ്റെ സ്ക്രൂ ഇതൊക്കെ ഇട്ട് നമ്മൾ ഇതിൻ്റെ എല്ലാം ക്ലീൻ ചെയ്തു. പിന്നെ നൂലെടുത്ത് കളഞ്ഞു.
ഇതാണ് ഷട്ടിൽ. ഇതാണ് നമ്മൾ നൂലിനെ എടുത്ത് കൊണ്ടുവരുന്ന ഷട്ടിൽ. ആ ഷട്ടിലിനെ ഇനി നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഷട്ടിലിടുമ്പോൾ ഇപ്പോൾ ഷട്ടിൽ റേസിൻ്റെ ഫ്രണ്ട് ഭാഗം ഇതാണ്. അപ്പോൾ നമ്മൾ അതുപോലെ തിരിച്ചിട്ടിടണം. അതായത് ഷട്ടിൽ ഈ ഗ്യാപ്പിലെ കൂടി, ഇവിടെ ഒരു ഗ്യാപ്പ് കാണുന്നില്ല, ഈ ഗ്യാപ്പിലെ കൂടി സാവധാനം ഇതിൽ വെക്കുക, ഇറക്കി വെക്കുക. കണ്ട. എന്നിട്ട് നമ്മൾ ഇതുപോലത്തെ സ്ക്രൂ ഡ്രൈവർ എന്താ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇറക്കുക. ഇത് ഹാഫ് ഷട്ടിൽ എന്നതിന് പറയുക. പകുതി വരെ റൗണ്ടായിട്ട് പോകില്ല. ഇത് ഹാഫ് ഷട്ടിൽ ഒന്ന് ഇറക്കി നോക്കുക. ഇങ്ങനെ ഇച്ചിരി വളരെ നല്ല രീതിയിൽ ഇത് കറങ്ങുന്നുണ്ടെങ്കിൽ ഓക്കെ ആയി. അതിനാണ് നൂലിപ്പം നമ്മളെടുത്ത് കളഞ്ഞു, ഇത് ക്ലീനാക്കി നല്ല ഇതായി. ഷട്ടിൽ വളരെ ഈസി ആയിട്ട് ഇതിൽ കറങ്ങുന്നുണ്ട്, മൂവ് ചെയ്യുന്നുണ്ടെന്നറിയാം. റൗണ്ടല്ല, മൂവ് ചെയ്യുന്നുണ്ടെന്നറിയാം. അപ്പോൾ ഇത് ഓക്കെ ആയി. ഇപ്പോൾ അതിന് ശേഷം നമ്മളിത് ഇതുപോലെ തിരിച്ചു പിടിച്ച് ഈ സൈഡിൽ, അതായത് വലത് സൈഡിലായിരിക്കണം നമ്മളിത് വരേണ്ടത്. വലത് സൈഡിൽ ഇത് വന്നാൽ ഇനി നേരെ നമ്മൾ മെഷീനിലേക്ക് കയറ്റാം. മെഷീനിലേക്ക് കയറ്റാൻ പോകുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ സാധനം, ഇതാ മെഷീൻ്റെ സെൻറ്ററിലുള്ള ഈ ലിവറിന്ന് വരുന്ന ഈ ഡൈവർ പത്തി എന്ന് പറയുന്നത് ഈ സാധനത്തിൽ, അതായത് ഡൈവർ പത്തി, ഈ സാധനം സി എന്നുള്ള ആകൃതിയിൽ വെക്കണം. അത് ആക്കാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളിപ്പം ഇങ്ങനെ തിരിഞ്ഞിട്ടൊക്കെ കിടക്കാം. പക്ഷേ നമ്മൾ എന്ത് ചെയ്യണം? അത് തിരിച്ചിട്ട് ഇതുപോലെ നമ്മൾ ഇരിക്കുന്ന ഭാഗത്തുനിന്ന് സി എന്നുള്ള അക്ഷരം എഴുതൂലേ, ആ രീതിയിൽ നമ്മൾ അത് വെക്കണം. അത് വെച്ചതിന് ശേഷം ഈ ഇട്ട ഷട്ടിൽ ഇത് വലത് സൈഡിലാക്കുക. വലത് സൈഡിലാക്കിയിട്ട് ഇതിൻ്റെ ക്യാപ്പ് ഇതിൻ്റെ കറക്റ്റായിട്ട് ഇതിൽ വെക്കുക. സീറ്റിംഗ് ആണിത്. വളരെ നല്ല സീറ്റിംഗ് ആയിട്ടാണ്. ഒന്ന് കൈകൊണ്ട് പിടിച്ചതിന് ശേഷം സ്ക്രൂ ഇടുക. ഒരു സ്ക്രൂ മാത്രം ടൈറ്റ് ചെയ്യരുത്, കുറച്ചൊന്ന് കൈകൊണ്ട് ടൈറ്റ് ചെയ്യുക, മറ്റേ സ്ക്രൂ ഇടുക. കറക്റ്റായിട്ട് വന്നിരിക്കും. ആ സീറ്റിലിരുന്നാൽ വളരെ കണ്ടീഷനാണ്. പക്ഷേ ഇത് വെക്കുന്നത് ഈ ഭാഗത്ത് തന്നെ ആയിരിക്കണം, ഈ ഓപ്പോസിറ്റ് സൈഡ് വരരുത്. ഇതായിട്ടാണ് വളരെ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ മൈനസ് സ്ക്രൂ ഡ്രൈവർ എടുക്കുന്നു, ഇത് ഇച്ചിരി ടൈറ്റ് ആക്കുന്നു. അതുപോലെ തന്നെ ഇതും ടൈറ്റ് ആക്കുന്നു. ഒരു സൈഡ് മാത്രം ഒറ്റ മുറുക്കരുത്. കാരണം ഒരുപാട് ചെരിച്ച് നിന്ന് പോയാൽ അത് ഷട്ടിൽ കുടുങ്ങാനും സാധ്യത കൂടുതലുണ്ട്. അത് ഇതുപോലെ നോക്കിയിട്ട് നമ്മളത് ടൈറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ഇതും ടൈറ്റ് ചെയ്യുക. ഇത് നല്ല ബലം കൊടുക്കണ്ട, ഒരു ഏകദേശം ഒരു കയ്യിൽ വരുന്ന ചെറിയ ടൈറ്റില്ല, അത് ആ ടൈറ്റില്ലാതെ നിൽക്കുക. ഇത് രണ്ടും ഓക്കെ ആണെന്ന് നോക്കുക. എന്നാൽ ടൈറ്റ് ഇല്ലാണ്ട് ഇരിക്കരുത്, പക്ഷേ കറക്റ്റായ ഒരു ടൈറ്റും വേണം. ഇതിന് ശേഷം വെറുതെ ഒന്ന് മെഷീൻ നോക്കിയിട്ട് നമ്മൾ ഈസി ആയിട്ടൊന്ന് ചലിക്കുന്നു. ഈസി ആയിട്ട് വേണ്ട, വളരെ ഈസി ആയിട്ട് വെക്കുന്നു. ഇനിയൊന്നും നോക്കാറില്ല. നൂല് സ്റ്റിച്ച് നമുക്ക് വളരെ നല്ല രീതിയിൽ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. നൂല് കുടുങ്ങിയ കാര്യങ്ങൾ ഇതെല്ലാവർക്കും സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റി. ഇപ്പം നമ്മളെ മെഷീൻ ഓക്കെ ആയി. മെഷീൻ കറങ്ങുന്നത് നമ്മുടെ സൈഡിലേക്ക് ഇറങ്ങുന്നത്. ഇതാ മെഷീനൊരു കംപ്ലൈൻ്റ് ഇല്ല, മെഷീൻ ഓക്കെ ആയി. എല്ലാ വീഡിയോയും പോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. അതുപോലെ തന്നെ ഇതൊരു പുതിയ അറിവും കൂടിയാണ്. ഇതെല്ലാം മെഷീനും സംഭവിക്കുന്നതാണ്, എല്ലാവർക്കും ബുദ്ധിമുട്ടാകുന്ന ഒരു കാര്യം കൂടിയാണ്. വളരെ ഈസി ആയിട്ട് നമ്മളത് കൈകാര്യം ചെയ്തു. അതുപോലെ തന്നെ കഴിഞ്ഞ വീഡിയോയിലും നിങ്ങൾ തന്ന സപ്പോർട്ടിന് നന്ദിയുണ്ട്. അതുപോലെ തന്നെ നിങ്ങളും ഈ വീഡിയോ നല്ലപോലെ സബ്സ്ക്രൈബ് ചെയ്യുകയും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുകയും പിന്നെ നിങ്ങളുടെ കമൻറ്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് രേഖപ്പെടുത്തുകയും ചെയ്യണം. ഓക്കെ, ഗുഡ് ബൈ.